ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് മിക്സി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓവനൊന്നും ഇല്ലാതെ മിക്സിയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്കിയെടുത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല പഞ്ഞി മാതിരിയുള്ള ഒരു കേക്കാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും ബേസായിട്ട് നമുക്ക് ഐസിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നല്ല സൂപ്പർ സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് കേക്ക് ടിൻ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം ഓയിൽ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ എങ്കിലും എടുക്കുക. കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വലിയ സ്റ്റീലിൻ്റെ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. സ്റ്റീൽ തന്നെ വേണമെന്നില്ല, ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ബൗൾ എടുത്താൽ മതി. എടുക്കുമ്പോൾ ഒരു 7 ഇഞ്ചൊക്കെ വരുന്ന പാത്രം എടുക്കാൻ നോക്കുക. കാരണം ഞാൻ 6 ഇഞ്ചിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവസാനം കേക്ക് വല്ലാണ്ട് അങ്ങ് പൊങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 ഇഞ്ചാണ് ഇതിന് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് എല്ലാവരും ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിനകത്തോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇത് 250 ml കപ്പാണ്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. കാരണം മിക്സിങ് ശരിയായാലേ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് നമ്മൾ പുളിയില്ലാത്തൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ നോക്കുക. ഒരുപാട് പുളിയില്ലാണെങ്കിൽ കേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി അതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കണം. തണുത്തൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഫ്ലേവറുള്ള ഓയിലും ഒന്നും എടുക്കരുത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 1 മിനിറ്റ് നന്നായിട്ട് ഹൈ സ്പീഡിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. 1 മിനിറ്റ് തന്നെ ചെയ്യുക. അപ്പോഴാണ് നല്ല തിക്കായിട്ട് നമുക്കിത് കിട്ടുക. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മൈദയുടെ മാവിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു തവിയോ എന്തെങ്കിലും സ്പാച്ചുലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് കുത്തി കലക്കി മിക്സ് ചെയ്യരുത്. കാരണം ഓവർ മിക്സ് ആയി കഴിഞ്ഞാൽ കേക്ക് പൊങ്ങി കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ കട്ടകളൊക്കെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഒരു വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഫോർക്കോ സ്പൂണോ എന്ത് വേണേലും നിങ്ങൾക്ക് എടുക്കാം. നന്നായിട്ട് ആ കട്ടയൊന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. കട്ട പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഇട്ട് ഇളക്കരുത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കേക്ക് ടിന്നിൽ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ റിബൺ മാതിരിയാണ് നമുക്ക് അതിൻ്റെ ആ കൺസിസ്റ്റൻസി കിട്ടേണ്ടത്. അതാണ് കറക്റ്റായിട്ട് കേക്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പഴയ ഒരു ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ഏതെങ്കിലും ഒരു പാത്രം മതി. പഴയത് എടുക്കാൻ നോക്കുക. കാരണം നമ്മളിത് ചെയ്ത് വരുമ്പോഴേക്കും പാത്രത്തിൻ്റെ അടിഭാഗം കരിയും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒന്നും പറ്റില്ല കേട്ടോ. ഈ അലുമിനിയം സ്റ്റീലൊക്കെ എടുക്കുന്ന സമയത്ത് അടിഭാഗം കരിയും. വേറെ ഒന്നും ചേർക്കാതെ നമ്മൾ ഡയറക്റ്റ് ബേക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്തോട്ട് റിങ് ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-7 മിനിറ്റോളം നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്യാൻ മറന്നു പോരുത്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 20-30 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ. പിന്നെ നിങ്ങൾ എടുക്കുന്ന പാത്രം ഒരുപാട് പൊക്കമുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടൈം കൂടുതൽ എടുക്കും. അപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. അതിന് മുമ്പ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കേക്ക് പൊങ്ങോ ഇല്ല. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. മാഷാ അല്ലാ, കേക്ക് ഒരുപാട് പൊങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ 6 ഇഞ്ചിൻ്റെ പാനാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേക്ക് ഒരുപാട് പുറത്തോട്ട് തള്ളി പോയിട്ടുണ്ട്. കാരണം അതിലിരിക്കാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ട്. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കേക്ക് ടിന് കുറച്ച് വലുപ്പമുള്ള കേക്ക് ടിന് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ ബേക്ക് ആവുന്ന സമയത്ത് ഇതേപോലെ പുറത്തോട്ട് ക്രാക്കൊക്കെ വരും. കാരണം നല്ല സോഫ്റ്റായിട്ട് ഒരുപാട് പൊങ്ങിയതുകൊണ്ടാണ് നമുക്കിതുപോലെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് അതിന് തട്ടി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഈ സൈഡൊക്കെ ഒന്ന് കത്തി വെച്ച് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ഇതുപോലെ കയ്യിലൊന്ന് തട്ടിയിട്ട് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾ ഐസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം കേക്ക് ഒരുപാട് പൊങ്ങിക്കഴിഞ്ഞാൽ മേൾഭാഗം കട്ട് ചെയ്താൽ ഐസിങ് ചെയ്യുമ്പോൾ ശരിയാവുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ചുമ്മാ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നമ്മൾ സാധാരണ ഓവനിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്ക് നോക്കാം. ഇതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇവിടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്ത് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ 3 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.